ഇന്നേക്ക് ഏകദേശം 2 മാസം കഴിഞ്ഞു പോയി. നച്ചുവാണെങ്കിൽ അതിനുശേഷം ഒരിക്കൽ പോലും അവളുടെ ദേവേട്ടനെ വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കാണണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നും പറഞ്ഞില്ല. നാളെയാണ് ശിവ ഇങ്ങോട്ട് വരുന്നതെന്നുള്ള കാര്യം അജുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അവരുടെ പ്ലാൻ പോലെ തറവാട്ടിലെ എല്ലാവരോടും ശിവ ഫ്രണ്ടിനെ കാണാൻ പോകുന്നുവെന്നും ടൈം കിട്ടിയാൽ മാമനെയും ഫാമിലിയും കാണും എന്നും പറഞ്ഞു. അവിടെ വരെ പോയിട്ട് അവരെ കാണാതെ പോന്നാൽ അതെല്ലാവർക്കും വിഷമാവും എന്നും പറഞ്ഞു. മുത്തശ്ശൻ അവനോട് ഉറപ്പായി നന്ദന്റെ അടുത്ത് പോണമെന്നും പറ്റുമെങ്കിൽ താമസിക്കണം എന്നൊക്കെ പറഞ്ഞു. വൈദ്യം കൽപ്പിച്ചതും പാൽ, രോഗി ഇച്ഛിച്ചതും പാൽ എന്ന അവസ്ഥയാണ് ശിവയ്ക്കും അജുവിനും. ഹലോ അജു, ഞാനൊന്നും പറയാതെ തന്നെ ഇവിടെ എല്ലാവർക്കും നിർബന്ധമാണ് നിങ്ങളുടെ വീട്ടിൽ വരണമെന്നും താമസിക്കണമെന്നൊക്കെ. ഞാൻ എയർപോർട്ടിൽ വന്നോളാം, പിക്ക് ചെയ്യാൻ. ഞാൻ അച്ചുവിനോട് എനിക്കൊരാളെ കാണാൻ പോകണമെന്നും ഞാൻ വന്നിട്ട് ഒന്നിച്ച് ഹോസ്പിറ്റലിൽ പോവാം എന്നും പറഞ്ഞിട്ടുണ്ട്. രാവിലെ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോവാം. അവൾ മാത്രമേ ഉണ്ടാകൂ. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ വേറെ ആരും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അവളുടെ സ്വഭാവം വെച്ച് പെട്ടെന്ന് കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല. ഞാനും കൂടി അറിഞ്ഞുകൊണ്ടാണ് ശിവ വന്നതെന്ന് അറിഞ്ഞ അവളോടൊന്നും പറയാത്തതിന് എനിക്കിട്ട് എന്തായാലും നല്ലോണം കിട്ടും അവളുടെ കയ്യിൽ നിന്ന്. അവൾ തന്നെ കാണുമ്പോൾ ഒരുപാട് ഹാപ്പിയാവും എന്നെനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം ഒരുപാട് ഇഷ്ടമാണല്ലേ? ട്വിൻസ് ആണെങ്കിൽ പോലും ഇത്ര അറ്റാച്ച്മെന്റ് ഉണ്ടാകുമോ എന്നെനിക്ക് സംശയമാണ്. ഞങ്ങൾ ജനിച്ച അന്ന് തൊട്ട് ഒരുമിച്ചല്ലേ ശിവ? അതായിരിക്കാം. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സ്നേഹം വളർന്നു കഴിഞ്ഞും ഇതുപോലെ ഉണ്ടാകാനുള്ള ഒരു കാരണം. അത് അജു പറഞ്ഞത് ശരിയാ. ഇന്ത്യയിലാണെങ്കിൽ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള അടുപ്പത്തിന് ഒരു പരിധി വെക്കാൻ പലപ്പോഴും പേരൻസ് ശ്രമിക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ടും നച്ചു അവിടെ തന്നെ കിടന്നു. എന്ന് അജുവിന് ആരെയോ കാണാനുള്ളത് കൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മെല്ലെ റെഡിയായാൽ മതിയല്ലോ. പപ്പയും അമ്മയൊക്കെ അച്ഛനും അമ്മയും പോകുമ്പോൾ തന്നെ ഒന്നിച്ചാണ് പോയത്. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാമെന്ന് കരുതി. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അവൾ മെയിൻ ഡോർ അടച്ച് റൂമിന്റെ ഡോർ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കുളിക്കാൻ കയറി. എന്നാലും ഞാൻ അറിയാത്ത ആരെയാവും അച്ചു കാണാൻ പോയിട്ടുണ്ടാവുക? ആരാണെന്ന് പോലും പറഞ്ഞതും ഇല്ലല്ലോ. വന്നു കഴിഞ്ഞ് പറയുമായിരിക്കും. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കുളി കഴിഞ്ഞ് ബാത്ത് ടവൽ കൊണ്ടുവന്ന് ചുറ്റി അവൾ പുറത്തോട്ട് ഇറങ്ങി. അജു എയർപോർട്ടിൽ നിന്ന് ശിവയെ കൂട്ടി നേരെ നച്ചുവിന്റെ വീട്ടിലേക്കാണ് വന്നത്. എല്ലാവരും പോയിട്ടുണ്ടാകുമെന്ന് അജുവിന് ഉറപ്പായിരുന്നു. അവൻ വേഗം തന്നെ ലോക്ക് മാറ്റി മെയിൻ ഡോർ തുറന്നു. ശിവ, അവൾ മോളിലുണ്ടാവും. ഇന്ന് കുറച്ചു കഴിഞ്ഞ് പോവാമെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ എഴുന്നേറ്റ് പോലും കാണില്ല. താൻ ഒന്ന് പോയി വിളിച്ചു ഞെട്ടിച്ചോ. രണ്ടാളും സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അജു പോയതോടെ ശിവ ഡോർ അടച്ച് മെല്ലെ മുകളിലേക്ക് കയറി. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ വല്ലാത്ത നിശബ്ദതയായിരുന്നു. ശിവ ആദ്യം കണ്ട റൂം തുറന്ന് അകത്തേക്ക് നോക്കി. ആരും ഇല്ലായിരുന്നു അവിടെ. ആകെ 2 റൂമുകൾ മാത്രമേ മുകളിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് നച്ചുവിന്റെ റൂമാണെന്ന് അവന് ഉറപ്പായിരുന്നു. അവൾ ഉറങ്ങുകയായിരിക്കും എന്ന് അജു പറഞ്ഞതിന് വിളിക്കുകയോ ഒന്നും ചെയ്യാതെ അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. നച്ചു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും ശിവ ഉള്ളിലേക്ക് വന്നതും ഒരേ സമയമായിരുന്നു. രണ്ടാളും പരസ്പരം കുറച്ചു സമയം മുഖത്തോട്ട് നോക്കി. നച്ചുവിന് പ്രതീക്ഷിക്കാതെ അവനെ കണ്ടതുകൊണ്ട് നല്ലോണം സന്തോഷായി. വേറെ ഒന്നും ഓർക്കാതെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ശിവയാണെങ്കിൽ അവളെ ആ ഒരു കോലത്തിൽ കണ്ടതിന്റെ ഞെട്ടലിൽ നിന്ന് മാറുന്നതിന് മുമ്പ് അവൾ അവനെ ഹക്ക് ചെയ്തതിന്റെ ഒരു ഷോക്കിലായിരുന്നു. അവൾ അവനെ വിട്ടുമാറി ഒരു നിമിഷം മുഖത്തോട്ട് നോക്കി. പിന്നെ അവന്റെ നെറ്റിയിലും കവിളിലും ഒക്കെ നിർത്താതെ കിസ് ചെയ്തുകൊണ്ടിരുന്നു. തന്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. കുറച്ചു സമയം അനങ്ങാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ചുംബനങ്ങളെ ഏറ്റുവാങ്ങിയെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ശിവയ്ക്ക് തന്നെ എന്തൊക്കെയോ ഫീൽ ചെയ്തു തുടങ്ങി. അവളുടെ മുടിയിലൂടെ കൈ കഴുത്തിലേക്ക് ചേർത്ത് അവളെ തന്റെ മുഖത്തേക്ക് ചേർത്തു. ആദ്യം നെറ്റിയിലൊന്ന് ചുംബിച്ചു. ചുണ്ടുകളിൽ പതിയെ ഒന്ന് തലോടി. അവന്റെ ആ ഒരു പ്രവൃത്തി നച്ചു കണ്ണുകൾ രണ്ടും മെല്ലെ അടച്ചു. ശിവ ഒന്നുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് സമ്മതാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. പിന്നെ അവളുടെ ചുണ്ടുകളെ തന്റെ ചുണ്ടിനാൽ പൊതിഞ്ഞ് പതിയെ ചുംബിച്ചു തുടങ്ങി. ആദ്യം പതിയെ പിന്നെ ശക്തമായി അവൻ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുണർത്തി. ശിവയുടെ പ്രവൃത്തിയിൽ കുറച്ചുനേരം ഒന്നും ചെയ്യാതെ നിന്ന നച്ചുവും അവനെ തിരിച്ചു ചുംബിച്ചു തുടങ്ങി. ശ്വാസതടസ്സമായിട്ടും ഇത്രയും നാളത്തെ വിരഹം രണ്ടാളെ അകന്നു മാറാൻ അനുവദിച്ചില്ല. ഇനിയും തുടർന്നാൽ തനിക്ക് ശ്വാസം കിട്ടില്ലെന്ന് തോന്നിയ നച്ചു ശിവയെ ശക്തിയായി തള്ളിമാറ്റി. ചുമലിലേക്ക് ചേർന്ന് നിന്ന് കിതയ്ക്കുന്ന നച്ചുവിനെ ശിവ പിന്നിലൂടെ പുണർന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ മെല്ലെ ചലിച്ചു തുടങ്ങി. രണ്ടാൾക്കും ആ സമയം വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തകളോ ആകുലതകളോ ഇല്ലായിരുന്നു. താൻ ഒരുപാട് നാളുകളായി കാണാൻ ആഗ്രഹിച്ച തന്റെ പ്രണയമാണ് കൂടെയുള്ളത് എന്നുള്ളത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവന്റെ കൈകൾ അവളുടെ വയറിലൂടെ മെല്ലെ മുകളിലേക്ക് ചലിച്ചതും നച്ചു പെട്ടെന്ന് തിരിഞ്ഞ് അവനെ ഹക്ക് ചെയ്തു. പേടിക്കാതെ നച്ചു, ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് കുറച്ച് കൺട്രോൾ കുറവാണെന്നും നിനക്ക് ഇഷ്ടമല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ലെന്നും. കുറെ നേരം രണ്ടാളും അങ്ങനെ തന്നെ നിന്നു. ഇനി കുറച്ചു നേരം കൂടി ഇങ്ങനെ ഒരു കോലത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച് നിന്ന് പിന്നെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നുമല്ല. സോ ദയവായിട്ട് എന്റെ നച്ചുകുട്ടി പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ, ഞാൻ പുറത്തുണ്ടാവും.
ശിവ അവളെ പതിയെ അടർത്തി മാറ്റി സ്പീഡിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അവൻ പോയതും നച്ചു ഓടിപ്പോയി ഡോർ ലോക്ക് ചെയ്തു. ശോ, ഇനി ദേവേട്ടന്റെ മുന്നേ എങ്ങനെ പോ? പെട്ടെന്ന് കണ്ട എക്സൈറ്റ്മെന്റിൽ തന്റെ വേഷം പോലും ഓർക്കാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയതിനെ ആലോചിച്ച് നച്ചുവിന് ആകെ ഒരു ചമ്മലായി. എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഓർത്തിട്ട് എന്താ കാര്യം? വേഗം ഒരു ഡ്രസ്സ് എടുത്തിട്ട് അവന്റെ അടുത്തേക്ക് നടന്നു. നച്ചുകൂടി വന്നിട്ട് താഴേക്ക് പോകാൻ എന്ന് കരുതി ശിവ മുകൾ നിലയിലെ ഹാളിൽ തന്നെയുള്ള ഒരു സോഫയിലിരുന്നു. വന്നു കണ്ടപ്പോഴുള്ള നച്ചുവിന്റെ കോലം ഓർത്ത് ശിവയ്ക്ക് ചിരി വന്നു. എന്തൊക്കെയാ ഈ പെണ്ണ് കാണിച്ചു കൂട്ടുന്നത്? ഒരു നിമിഷം കൂടി അവൾ അങ്ങനെ നിന്നിരുന്നെങ്കിൽ എല്ലാം കയ്യിന്ന് പോയനെ. പറഞ്ഞ വാക്കൊക്കെ ചിലപ്പോൾ തെറ്റിക്കേണ്ടി വന്നേനെ. മനുഷ്യന്റെ അവസ്ഥ വല്ലതും അവൾക്ക് അറിയണോ? കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? മിക്കവാറും ഞാൻ അവളെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ എല്ലാം ഇങ്ങനെ എന്തേലും ഒരു കോലത്തിലായിരിക്കും. സന്തോഷം തോന്നിയ പിന്നെ ഇറുക്കി ഒരു കെട്ടിപ്പിടിക്കലാണ് അവളുടെ ശീലമെന്ന് ഇത്രയും നാൾ കൊണ്ട് തന്നെ മനസ്സിലായി. പക്ഷെ അവളുടെ എല്ലാ ശീലങ്ങളും ഒരുപാട് ഇഷ്ടമുള്ളവരോട് മാത്രമേ കാണിക്കുള്ളൂ എന്ന് അജു പറഞ്ഞത് ശരിയാണെന്ന് തന്നോട് ഇപ്പോൾ ഉള്ള പെരുമാറ്റവും നാട്ടിൽ വെച്ച് ആദ്യം കണ്ടപ്പോൾ ഉള്ള പെരുമാറ്റവും ആലോചിച്ചാൽ മനസ്സിലാകും. എന്തോ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശിവയെ കണ്ടാണ് നച്ചു ഹാളിലേക്ക് വന്നത്. ദേവേട്ട എന്താ ഒറ്റയ്ക്ക് ചിരിക്കുന്നത്? ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ല സ്വീകരണമാണല്ലോ നീ എനിക്ക് തന്നത്. അതൊക്കെ ഓർത്തപ്പോൾ ചിരി വന്നതാണ്. അത് പിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ശിവ അവളെ ഒന്ന് നോക്കി ഒരു ഷോർട്സും ടീഷർട്ടും ഇട്ടും മുടി അഴിച്ചിട്ട് ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിന്നെ കണ്ട MBA കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഓ പിന്നെ ഞാൻ അത്ര ചെറുതൊന്നുമല്ല, അതെനിക്ക് മനസ്സിലായല്ലോ നേരത്തെ കെട്ടിപ്പിടിച്ച് നിന്നപ്പോൾ. ഞാൻ പറഞ്ഞതുപോലെ ദേവേട്ടനിപ്പോ കുറച്ചായിട്ട് ഇതുപോലെയുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അതിനുള്ള മറുപടി ഞാൻ അന്നേരം തന്നെ മോളോട് പറഞ്ഞല്ലോ. ഇയാൾ എന്റെ സ്വന്തമാണെന്ന് എന്ന് തോന്നിയ അന്ന് മുതലാണ് ഞാൻ ഇങ്ങനെയുള്ള സംസാരം തുടങ്ങിയത്. അല്ലാതെ കാണുന്ന പെണ്ണിനോടൊക്കെ ഞാൻ ഇതുപോലെ പറയില്ല. ഞാൻ ശരിക്കും പറഞ്ഞതാണ്, നച്ചു കളിയാക്കിയതൊന്നുമല്ല. ഈ ഡ്രസ്സും ഹെയർ ബാൻഡും ഒക്കെ ഇട്ട് കാണുമ്പോൾ ചെറിയ കുട്ടിയെ പോലെ തോന്നും. എനിക്കേ 23 വയസ്സുണ്ട്, അറിയോ ദേവേട്ടന്? കണ്ടാ തോന്നില്ലെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ ഇങ്ങനെ ഹൈറ്റ് കൂടിയത് കൊണ്ടാണ് ഞാൻ ചെറുതായതുപോലെ തോന്നുന്നത്. ശിവ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവളെ തന്റെ നെഞ്ചോട് ചേർത്തു. ഇപ്പൊ എന്താ തോന്നുന്നത്? ദേവേട്ടന്റെ ഹാർട്ട് ബീറ്റൊക്കെ നല്ലോണം കേൾക്കാം. ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം സമാധാനവും തോന്നുന്നുണ്ട്. നീ ഒരുപാട് ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതേ ഫീൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ എന്റെ ദേവേട്ടാ, എനിക്ക് ഹൈറ്റ് കുറഞ്ഞാല് വിഷമവും സങ്കടവും ഒന്നുമില്ല. അങ്ങനെ കരുതിയാണോ ഇതൊക്കെ പറഞ്ഞെന്നെ സന്തോഷിപ്പിച്ചത്? ചെറുതായിട്ട് അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ശരിയല്ലേ, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. അതൊന്നും ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകൂ. എന്നാലും വരുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എങ്ങനെയല്ല സെറ്റാക്കിയത്? അതൊക്കെ നിന്റെ മാത്രം അജുവിനോട് ചോദിച്ചാൽ മതി. നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതും ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിച്ചിട്ട് എടുക്കാത്തതും ഒക്കെ ഓർമ്മയില്ലേ? നിന്നെ വിളിച്ചിട്ട് 2 ദിവസം നീ എടുക്കാതായപ്പോൾ എനിക്ക് ടെൻഷനായി. അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ ബാക്കിയാണ് ഈ വരവ്. നിനക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാകും എന്നെ കാണാനെന്ന് അജുവിന് അറിയാമായിരുന്നു. എത്ര ഡേയ്സ് ഉണ്ടാകും ഇവിടെ? 1 വീക്ക് നിൽക്കണം എന്നാണ് പ്ലാൻ. പക്ഷെ എന്തേലും അത്യാവശ്യം വന്നാൽ അതിനു മുമ്പ് പോകേണ്ടി വരും. എല്ലാവരോടും ബിസിനസ് ആവശ്യത്തിന് ഫ്രണ്ടിനെ കാണാൻ എന്ന് പറഞ്ഞാണ് വന്നത്. ഇവിടെ മാമനോടും ഒക്കെ അത് തന്നെ പറഞ്ഞാൽ മതി. ദേവേട്ടൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവരോടും പറയാം നമ്മുടെ ഇഷ്ടത്തെ പറ്റി. എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടല്ലേ വന്നത്. അജു എന്നെ ഇവിടെ ആക്കി ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാം എന്ന് പറഞ്ഞു പോയതാ. എങ്കിൽ ദേവേട്ടൻ പോയൊന്ന് ഫ്രഷ് ആയി വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ എല്ലാം എടുത്തു വെക്കാം, അപ്പോഴേക്കും അവനും വരും. ഈ റൂം യൂസ് ചെയ്തോ. നീ കൂടി വരുന്നോ? എന്തിന്? അല്ല, എനിക്കൊരു കമ്പനിക്ക്. അയ്യോ, നേരത്തെ നടന്നതിന്റെ ബാക്കിയാണോ മോന്റെ ഉദ്ദേശം? എന്നാലും നീ ഇവിടെയൊക്കെ ജനിച്ചു വളർന്നിട്ട് നിനക്ക് എന്തേ മലയാളി പെൺപിള്ളേരുടെ സ്വഭാവമായത് എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനേ 2 മലയാളികൾക്ക് ജനിച്ചതുകൊണ്ട് എങ്കിലും കുറച്ചെങ്കിലും ഇവിടുത്തെ കൾച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഉപകാരമായേനെ. ഇത്രയൊക്കെ കിട്ടിയത് പോരെ? അത് നിന്റെ സന്തോഷത്തിന് നീ തന്നതല്ലേ. എന്റെ സന്തോഷത്തിനുള്ളത് ഞാനും തരട്ടെ. അജു ഇപ്പൊ വരും, അവന്റെ കയ്യിൽ നിന്ന് ഞാൻ നല്ലോണം വാങ്ങിച്ചു തരട്ടെ. അതൊക്കെ അവൻ എന്റെ പെങ്ങൾക്ക് നല്ലോണം കൊടുത്തോളും. നീ ഇടയ്ക്കൊക്കെ എന്നെ ഒന്ന് പരിഗണിച്ചാ മതി. ഒന്ന് പോയി കുളിച്ചു വാ ദേവേട്ടാ, എനിക്ക് വിശന്നു തുടങ്ങി. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് നച്ചു. അതല്ലേ പറഞ്ഞ കുളിച്ചു വരാൻ, എന്നാലല്ലേ ഫുഡ് കഴിക്കാൻ പറ്റൂ. ഈ വിശപ്പ് ഫുഡ് കഴിച്ചാലൊന്നും മാറില്ല മോളെ, അതിന് നീ തന്നെ മനസ്സ് വെക്കണം. ഇനിയും എന്തേലും പറഞ്ഞാൽ ഞാൻ അജുവിനെ വിളിക്കും. വേണോ? ഓ വേണ്ട, ഞാൻ പോയി. ശിവ റൂമിലേക്ക് കയറിപ്പോയതും നച്ചു അടുക്കളയിലേക്ക് നടന്നു. നച്ചു, നിങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞോ? ശിവ എവിടെ എന്നും ചോദിച്ചുകൊണ്ട് അജു കിച്ചണിലേക്ക് വന്നു. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കാം. നിനക്ക് ശിവയെ സർപ്രൈസായി കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. ഞാൻ ശരിക്കും ഹാപ്പിയാണ്. അതുകൊണ്ട് മാത്രം എന്നോട് പറയാതെ എല്ലാം ചെയ്ത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. 2 ആളും കൂടി ഫുഡൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോഴേക്കും ശിവ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. എന്താണ്, അജുവിനോട് പിണങ്ങിയില്ലേ നച്ചു? അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കി അല്ലേടാ. 3 ആളും കൂടി എന്തൊക്കെയോ സംസാരിച്ച് ഭക്ഷണം കഴിച്ചു. ഇനി എന്താ ശിവ പ്ലാൻ? ഇന്ന് പുറത്തൊക്കെ പോണോ അതോ റെസ്റ്റ് എടുക്കുന്നു?
ഇന്ന് എന്തായാലും ഞാൻ എങ്ങോട്ടുമില്ല, കുറച്ചു സമയം ഉറങ്ങണം. എങ്കിൽ നീ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്ന് അച്ചു. ശിവയെ ഇവിടെ തനിയാക്കാൻ പറ്റില്ലല്ലോ, ഞാൻ പോയിട്ട് ഈവനിങ് വരാം. അജു പോയതോടെ നച്ചു അവളുടെ ദേവേട്ടന് മാത്രമായി വീട്ടിൽ. ദേവേട്ട, കുറച്ചു നേരം കിടന്നോ? നീ കൂടെ വാ നച്ചു. എന്തിന്? എനിക്ക് ഉറങ്ങാൻ ഒരു കൂട്ട്. ഇത്രയും നാൾ എന്റെ കൂട്ടുണ്ടായിട്ടാണോ ദേവേട്ട ഉറങ്ങിയത്? അതിന് ഇത്രയും നാൾ നീ എന്റെ അടുത്ത് ഇല്ലായിരുന്നല്ലോ. രണ്ടാളും കൂടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് കിടന്നു. ശിവയുടെ നെഞ്ചിൽ തലവെച്ചാണ് നച്ചു കിടക്കുന്നത്. എനിക്കിപ്പോ എന്താ തോന്നുന്നതെന്ന് അറിയോ? എനിക്കറിയാം, വേണ്ടാത്ത എന്തേലും മാത്രമേ ദേവേട്ടന് തോന്നൂ. ഇതാണ് നിന്റെ കുഴപ്പം. എനിക്ക് വേണ്ടതെല്ലാം നിനക്ക് വേണ്ടാത്തതാണ്. ഇപ്പോഴും ഇങ്ങനെ. ഇനി മാരേജ് കൂടി കഴിഞ്ഞ എന്തായിരിക്കും എന്റെ അവസ്ഥ? എന്റെ നച്ചു, നമ്മുടെ മാരേജ് കഴിഞ്ഞാൽ നിന്നെ ഞാൻ പീഡിപ്പിക്കുന്ന പോലെ ആണല്ലോ നിന്റെ സംസാരം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് കരുതി നീ എന്നെ ഇത്രയ്ക്ക് മോശക്കാരാക്കുന്ന ഞാൻ കരുതിയില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ഇത്രയും ദൂരം വന്നത്? അതോ എനിക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നാണോ നീ കരുതുന്നത്? ദേവേട്ട, ചുമ്മാ എന്തൊക്കെയോ പറയാതെ ഞാൻ വെറുതെ ഒന്ന് കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ. അതൊന്നുമല്ല, മനസ്സിലുള്ളതല്ലേ നീ ഇപ്പൊ പറഞ്ഞത്. ശിവ നല്ലോണം വിഷമമുള്ളതുപോലെ പറയുന്നത് കേട്ട് നച്ചുവിന് എന്തോ സങ്കടമായി. ഞാൻ പറഞ്ഞത് ദേവേട്ടന് നല്ലോണം ഫീലായി എന്ന് തോന്നുന്നു. സോറി ദേവേട്ട, ഇനി ഞാൻ ഇങ്ങനെയുള്ള തമാശ ഒന്നും പറയില്ല. പെട്ടെന്നാണ് ശിവ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചത്. അയ്യേ, എന്റെ നച്ചു ഇത്രയ്ക്കേ ഉള്ളൂ. ഞാൻ ഒന്ന് സെന്റി അടിച്ചപ്പോഴേക്ക് നീ അത് വീണോ? ഞാൻ വെറുതെ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ദേവേട്ടന് വിഷമമായി എന്ന് എനിക്ക് തോന്നിയത്. നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിക്കില്ലെന്ന് മറ്റാരെക്കാളും എനിക്കറിയാലോ. പിന്നെ ഞാൻ എങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് നീ വേറെ ഒന്നും വിചാരിക്കണ്ട. മാരേജ് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നീ കൂടി ആഗ്രഹിക്കാതെ നമുക്കിടയിൽ ഒന്നും നടക്കില്ല. പിന്നെ വല്ലപ്പോഴും നേരത്തെ തന്നപോലെ കിസൊക്കെ തന്നാൽ എന്റെ കൺട്രോൾ പോയി ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോഴും നിന്റെ കൺസെന്റ് ഞാൻ ചോദിച്ചിരിക്കും. എനിക്കറിയാലോ എന്റെ ദേവേട്ട എനിക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്യില്ലെന്ന്. നമുക്ക് കുറച്ചു നേരം ഉറങ്ങാം, എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട്. നച്ചു ഉണർന്ന് മെല്ലെ കണ്ണുകൾ തുറന്നു. ദേവേട്ടന്റെ നെഞ്ചോട് ചേർന്നാണ് താൻ കിടക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഒരു കൈകൊണ്ട് തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ക്ഷീണം കാണാൻ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. മെല്ലെ കൈയെടുത്ത് മാറ്റി എഴുന്നേറ്റിരുന്നു. നെറ്റിയിലൊന്ന് കിസ് ചെയ്തു. മീശയിലും താടിയിലും ഒക്കെ കൈകൊണ്ട് ഒന്ന് തടവി നോക്കി. എത്ര അടുത്ത് ഈ മുഖം കാണുന്നത് ആദ്യമാണെന്നുള്ളത് പോലെ എല്ലാം നോക്കി. ബെഡിൽ നിന്ന് ശിവയെ എഴുന്നേൽപ്പിക്കാതെ മെല്ലെ താഴെ ഇറങ്ങി. സമയം നോക്കിയപ്പോൾ എല്ലാവരും വരാനായിട്ടുണ്ട് എന്ന് കണ്ട് അവൾ വേഗം താഴേക്ക് പോയി. നേരെ കിച്ചണിലേക്ക് പോയി. എല്ലാവർക്കും ചായ ഉണ്ടാക്കി വെച്ച് ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും എല്ലാവരും വന്നു. അജു നേരം വൈകി പോയതിനാൽ അവൻ വന്നില്ലായിരുന്നു. ബാക്കി എല്ലാവരും ഒരു വണ്ടിയിലായിരുന്നു വന്നത്. ശിവ എവിടെ നച്ചു? അജു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞപ്പോഴാ ഞങ്ങളൊക്കെ അവൻ വന്നത് അറിഞ്ഞത്. ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴാ പപ്പ അറിഞ്ഞേ ദേവേ ശിവ ഉറങ്ങുന്നു. എന്തോ ഓർമ്മയെ ദേവേട്ട എന്ന് പറയാൻ വന്നത് പെട്ടെന്ന് മാറ്റി ശിവ എന്നാക്കി. എല്ലാവരുടെയും നോട്ടം കണ്ടപ്പോഴാണ് നച്ചുവിന് പറ്റിയ അബദ്ധം മനസ്സിലായത്. നീ എന്താ നച്ചു ആദ്യം പറയാൻ പോയത്? ഞാൻ എന്ത് പറയാനാണ് മമ്മ? നിനക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. പപ്പ, ഈ മമ്മയ്ക്ക് എപ്പോഴും എന്നെ സംശയമാണ്. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് എവിടെയും പോയിട്ടില്ല, പിന്നെ എന്ത് കുഴപ്പമുണ്ടാക്കാനാണ്? അതിന് നീ കുഴപ്പമുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞോ? എന്റെ നാൻസി, നീ ഒന്ന് നിർത്ത്. വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണ് നിന്റെ ഓരോ ചോദ്യങ്ങൾ. നാച്ചുമോൾക്ക് വിഷമമായി കാണാം. നിങ്ങളൊക്കെയാണ് സീതെ ഇവളെങ്ങനെ വഷളാക്കുന്നത്. എല്ലാരും കൂടി കൊഞ്ചിച്ച് ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്ന വിചാരം. പപ്പ പറയുന്നത് ശരിയാണല്ലേ. മമ്മ എപ്പോഴും ടിപ്പിക്കൽ മലയാളികളുടെ ഡയലോഗ്സ് ആണ് പറയുന്നത്. ഓ, പിന്നെ ഞാൻ മാത്രമാണല്ലോ ഇവിടെ മലയാളി, നിങ്ങളൊക്കെ ഫോറിനേഴ്സ് ആണല്ലോ. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇത്രയും നാൾ ഇവിടെ ജീവിച്ചിട്ട് മമ്മയ്ക്കൊരു മാറ്റം ഇല്ലെന്നല്ലേ. നിങ്ങൾ രണ്ടാളും ഒന്ന് നിർത്തിയിട്ട് ഉള്ളിലേക്ക് കയറ്. എന്റെ വാസു, ഇവരെ രണ്ടാളെയും കൊണ്ട് എനിക്ക് ഈ വീട്ടിൽ ഫുൾ ടൈം ഒച്ചയും ബഹളമാണ്. മമ്മ കേട്ടോ പപ്പ നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന്? കേട്ടു മോളെ, അതിനുള്ളത് നമുക്ക് രണ്ടാൾക്കും കൂടി കൊടുക്കാം. നീ വാ, ശിവ എഴുന്നേക്കാറായി കാണാം എന്നും പറഞ്ഞ് നച്ചുവും മമ്മയും കൈ കോർത്ത് ഉള്ളിലേക്ക് കയറി. പിറകെ തന്നെ സീതയും വാസുവും കയറിയപ്പോ മമ്മയും മോളും ഇപ്പൊ തനിക്കെതിരെ എന്ത് പണിയായിരിക്കും തിരികെ എന്നുള്ള ആലോചനയും നന്ദൻ പുറത്തു തന്നെ നിന്നു. ഇവരുടെ തർക്കം തീർക്കാൻ പോയിട്ട് എനിക്കാണല്ലോ ദൈവമേ ഇപ്പൊ പണി കിട്ടിയത്. ഞാനിനി ഇവിടെ നിന്നിട്ട് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? മരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് നന്ദനും അകത്തേക്ക് കയറി. എല്ലാരും ഫ്രഷായി വന്ന് ചായയൊക്കെ കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അജുവും വന്നു. നച്ചു, ശിവ എവിടെ? എഴുന്നേറ്റിട്ടില്ല, നല്ല ക്ഷീണം ഉണ്ടോന്ന് തോന്നുന്നു. എല്ലാവർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവനോട് ചോദിച്ചോ. എയർപോർട്ടിൽ നിന്ന് ശിവ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത് ഒക്കെ ഇവനാണ്. നച്ചുവിന്റെ പറിച്ചു കേട്ട് എല്ലാവരും അജുവിനെ നോക്കി. അപ്പോഴാണ് അവൾ തനിക്കിട്ട് ഒരു പണി തന്നതാണെന്ന് അവന് മനസ്സിലായത്. നീ എന്തിനാ എല്ലാം എനിക്കറിയാന്ന് പറഞ്ഞത്? പിന്നല്ലാതെ നിങ്ങൾ രണ്ടാളും കൂടി അല്ലേ എല്ലാം പ്ലാൻ ചെയ്തത്. എന്താ രണ്ടാളും കൂടി രഹസ്യം പറയുന്നത്? ഒന്നുമില്ല ചാ, ഇവനെ ശിവ എയർപോർട്ടിൽ നിന്ന് വിളിച്ചപ്പോഴാണ് അറിഞ്ഞതെന്നാ പറയുകയായിരുന്നു. എന്തേലും ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടാകും, അല്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലല്ലോ. ശിവ തന്നെ എഴുന്നേറ്റിട്ട് പറയുമായിരിക്കും. എന്താ മാമ ഞാൻ പറയേണ്ടത്? നന്ദൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് ശിവ താഴേക്ക് വന്നത്. ശിവ പെട്ടെന്ന് എന്തേ ഇവിടെ വരെ വന്നതെന്ന് അജുവിനോട് ചോദിച്ചപ്പോൾ അവൻ അറിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് താൻ തന്നെ പറയുമെന്ന് പറഞ്ഞതാണ്. ഓ, അതാണോ? എനിക്കിവിടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു.
ഇവിടെ വരെ വന്നിട്ട് നിങ്ങളെ ഒന്നും കാണാതെ പോയാൽ മുത്തശ്ശ എന്നെ തിരിച്ചു പോയാൽ തറവാട്ടി കയറ്റില്ലെന്ന ഭീഷണി. അല്ലെങ്കിൽ ശിവ ഇവിടെ വരാതെ പോകാനായിരുന്നോ പ്ലാൻ? അങ്ങനെയൊന്നും അല്ല മാമ, സമയം കിട്ടുമോ എന്നറിയില്ലല്ലോ, അതാ. മുൻകൂട്ടി പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയാണ്. ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്നതുകൊണ്ട് തന്നെയെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഇനി ഞങ്ങൾക്കൊക്കെ എപ്പോഴാണ് നാട്ടിലേക്ക് വരാൻ പറ്റുക എന്ന് പറയാൻ പറ്റില്ല. ഇവിടത്തെ തിരക്ക് കാരണം കുറച്ച് ദിവസം മാറി നിൽക്കുന്നതൊക്കെ നല്ലോണം ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാതെ തന്നെ ശിവയ്ക്കും അറിയാലോ ബിസിനസിന്റെ തിരക്കുകൾ.